ഉമ്മ അങ്ങോട്ട് വരി. ഞാൻ ഉമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു പർദ്ദ തരാന്ന് വിചാരിച്ചതാ. ഇതാണ് അഗാറ റോയൽ BLDC സ്റ്റാൻഡ് ഫാൻ. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് അവിടെ കൊറേ ഫ്രണ്ട്സ് ഉണ്ടാവൂലേ? ഇത് ടേസ്റ്റ് ആയിട്ട് വേറെ പെരേക്ക് വരിക. നമ്മളെ സർപ്രൈസ് ഒന്നാ വരികയെന്ന് പറഞ്ഞു. ഗൈസ്, ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തോണ്ട് ഡെയിലി വ്ളോഗ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോ ആര് വന്നു? അതിന്റെ അടുത്താണ് ഗൈസ് നമ്മളെ നിങ്ങൾക്ക് എല്ലാവർക്കും നോർമൽ അറിയാം ആരാ കസാലം നോക്കും. ട്രൗസറാണ് മറ്റേ കോപ്പറേറ്റ് ഇട്ടോ. അപ്പൊ നമ്മളെ ഫസൽ ഫാമിലിയിൽ നമ്മളെ വല്യമ്മ നമ്മള് പിന്നെ ഫസ്റ്റ് നമ്മളൊക്കെ നോർമലി ഫ്രണ്ട്സ്. അപ്പൊ ഒരു നേരം ചെറിയ കുഞ്ഞി ഷൂട്ടിന് വന്നു അല്ലേ? ഇപ്പൊ ഇടക്കിടക്ക് നമ്മളിവിടെ എന്താ മിററിന്റെ സെറ്റപ്പ് ഉണ്ടായോണ്ട് ഈ പ്രൊമോഷൻ ആ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാന് ഇങ്ങോട്ട് വരലുണ്ട് അല്ലേ? അപ്പൊ ഞമ്മള് മേലത്തെ റൂമിന് ഒരിക്കൽ വാടക കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പൊ ഇന്ന് പേരപ്പാടി കയ്യോളൂ. നബീല് വന്നപ്പോ ചോദിച്ചു, അല്ലെ ഒന്നല വന്നപ്പോഴും ഒരു ഇവിടെ ഉണ്ട്, ഇന്ന് വന്നപ്പോഴും ഒരു ഇവിടെ ഉണ്ട്. ഫാമിലി ഞങ്ങളെ വീട്ടിലേക്ക് അതെ, തമ്മിലേലും അത് കൊടുത്താൽ മതി. ഞങ്ങളെ ഇനി മുതൽ വീട് പണി കഴിയുന്നത് വരെ ഫസൽ ഫാമിലിക്ക് വാടക ഞങ്ങൾ കൊടുത്തു. ഇനി മേലെ നിന്ന് പോലെ ഉണ്ടാവും കേട്ടോ. അല്ല, അപ്പൊ നമ്മള് പറഞ്ഞ കാര്യം എന്താണ് പറഞ്ഞു കൊടുത്താ? ഞങ്ങള് പറഞ്ഞ കാര്യം ഒന്നുമില്ല. ഞങ്ങളൊരു ഇങ്ങനെ കണ്ടു. അപ്പൊ ഒരു പർദ്ദ ഉണ്ടല്ലോ മാമ വാങ്ങിയത്, അതിലൊരു പർദ്ദ. അപ്പൊ അത് ഉമ്മമാർക്ക് ഇങ്ങനെ കൊടുക്കാന്ന് തോന്നി. മമ്മാക്ക് കൊടുത്താലോ മമ്മാന്റെ റിയാക്ഷനെ അറിയാനൊരു പൂതി അല്ലേ? ഇതാണ് അഗാറ റോയൽ BLDC സ്റ്റാൻഡ് ഫാൻ. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ലുക്ക് ഭയങ്കര ലൈക്കാണ്. നമ്മളെ വീട്ടിലും ഓഫീസിലൊക്കെ വെച്ചാൽ ഭയങ്കര ഒരു പ്രീമിയം ലുക്ക് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൽ 3 അഡ്ജസ്റ്റബിൾ ലൈറ്റ് മോഡ് ഉണ്ട്. പിന്നെ ഇതിൽ വരുന്നത് ടച്ച് ആൻഡ് റിമോട്ട് കൺട്രോൾ വരുന്നത്. ഇതിൽ നമുക്ക് 12 വിൻഡ് സ്പീഡ് ഉണ്ട്. പിന്നെ ഇതിൽ 90 ഡിഗ്രി വെർട്ടിക്കൽ സ്വിങ്ങും അതുപോലെ തന്നെ 90 ഡിഗ്രി ഒറിസോണ്ടൽ സ്വിങ്ങും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റൂം ഫുള്ളായിട്ട് നമുക്ക് നല്ല ഇതിൽ തന്നെ നമുക്ക് കാറ്റും കിട്ടാനും ഭയങ്കര ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ വരുന്നത് 5 മോഡാണ്. നോർമൽ മോഡ്, സ്ലീപ്പ് മോഡ്, നാച്ചുറൽ മോഡ്, മോം ടു ചൈൽഡ് മോഡ്, എക്കോ മോഡ്. ഇതിൽ വരുന്നത് BLDC മോട്ടർ ആയതുകൊണ്ട് നമുക്കിത് യാതൊരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഈ റിമോട്ടിൽ തന്നെ നമുക്കിത് ഈസിയായി കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ പൗസിന്റെ ഒരു ഓപ്ഷനും വരുന്നുണ്ട്. ഇത് നോർമൽ ഫാനായിട്ട് കമ്പയർ ചെയ്ത് എൻ്റർലി ഡിഫറെന്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ട് പർച്ചേസ് ചെയ്ത് നോക്കുക. കുറച്ച് മുമ്പ് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു എന്താ നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ നമ്മള് ഫ്രണ്ടാണ് പണ്ട് മുതലേ ആ ചങ്ങായിക്കല്ല നമ്മള് കൊടുക്കണത്. നമുക്ക് പണ്ടേ അറിയാം. വ്ളോഗ് തുടങ്ങണ കാലം മുമ്പേ പരിചയമുണ്ട്. അപ്പൊ ഓന്റെ പെരയെ പോയിട്ട് ഒരു വ്ളോഗൊക്കെ എടുക്കണമെന്ന് മൈൻഡിലുണ്ട്. പക്ഷെ പറ്റലില്ലല്ലേ, സമയം കിട്ടലില്ല. അപ്പൊ എന്തായാലും പെരയിൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വരലുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും വന്നതല്ലേ, അങ്ങനെ ഒന്ന് കൊടുത്തോക്കല്ലേ? അമ്മമ്മക്ക് എന്തായാലും സന്തോഷം. ഇന്നത്തെ വീഡിയോ മമ്മാക്കൊരു പർദ്ദ. അങ്ങനെ ഞങ്ങളെ വീട്ടിൽ വന്ന് പുതിയ അതിഥികൾ മുകളിൽ വാടകയ്ക്ക് വന്നു, അവർക്ക് കൊടുക്കുന്നത് അതൊരു കണ്ടന്റ് ആണല്ലോ. സ്നേഹ സംഭാരം അല്ലേ? പുതിയ അതിഥികൾക്കുള്ള സ്നേഹ സംഭാരം. എന്റെ അഭിപ്രായം എന്താ? ഹാപ്പി ആവോ? ഓ, ഹാപ്പിയോ? നമ്മളൊരു ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അതെ, എന്ത് കിട്ടാണെന്ന്, ചെറിയൊരു മുട്ടായി ഇട്ടാണെന്ന് ഗിഫ്റ്റ് തന്നെയാണ്. ആ ഒരു ഹാപ്പിനെസ് മതിയില്ലേ? ഞാൻ മാമാനോട് ചോദിച്ചോക്കട്ടോ. ബാക്കിലാണോ? അപ്പൊ മാമയുടെ മാമ ശരിക്കാണല്ലേ? മഞ്ചത്തി മാമ എത്തി. ഞാൻ കൊടുക്കട്ടോ. മാമ പറഞ്ഞെടുത്ത പറഞ്ഞോടുക്ക്. പെട്ടെന്നില്ലേ നമ്മളങ്ങോട്ട് പോണെന്ന് മുമ്പേ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ഇട്ടീനു. ഒരു ദിവസം ഈ പോലെ വിളിച്ചാലോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയാലോ എന്നൊക്കെ. ഒക്കെ നമ്മളെ പേരെന്നെയാണ്. ഒക്കെ നമ്മളെ പേരാണ്. ഇപ്പൊ ഇനി മുതൽ മേലത്തെ തട്ട് ഓൽ കൊടുക്കല്ലേ? മേലെ ഒരു വീഡിയോ കേട്ടോ. അറിയില്ല അറിയില്ല. വൈൻഡാക്കണോ? ഞാൻ നടക്കാം. ഇത് നടക്കോ? ഞാൻ കൊറേ ഗ്യാപ്പ് ഇട്ട് റൂമാണ് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നത്. ചെറിയ ഫസല് കട്ടിലും പെട്ടെടുക്കാൻ പോയിട്ടുണ്ട്. ചെറിയ വിട്ടുണ്ട്.
മാസവാടക 2000 റുപ്യ. ഉള്ളിക്കിറക്കി എന്താ നിങ്ങൾ ഈ പെണ്ണാണോ വന്നോലെ മാതിരി മടിച്ചിക്കണ്? ഉള്ളിക്കിറക്കി ഓലെന്താ മാറി ഞങ്ങള് ഇവിടേക്ക് കൊടുത്തു. അതെ പുതിയൊരു ഞങ്ങളെ റൂമാണ്. അതെ ഇനി വല്ല റൂം ടൂറൊക്കെ ഉണ്ടാവും കേട്ടോ. അതല്ലേ ഞാനുണ്ട് നമ്മളെ ക്യാമറന്റെ പിന്നിലുള്ള ആള് കണ്ടിട്ടുണ്ടാവില്ലേ മാറിപ്പോയി ഡയറക്ടർ. ആ ഒന്ന് ഓഫാക്കോ. എന്തെങ്കിലും പറയോ? ഉമ്മ അങ്ങോട്ട് വരി. ഞാൻ ഉമ്മക്ക് വേണ്ടിട്ട് ഒരു പർദ്ദ തരാന്ന് വിചാരിച്ചതാ. ഓക്കെ ഹാപ്പിയാണോ? ഇത് സന്തോഷായോ? ഉമ്മാക്ക് 3-4 ഇങ്ങനെ കൊളാബ് സന്തോഷായോ? പർദ്ദ. സന്തോഷായോ മമ്മ? സന്തോഷായി. ഉമ്മ പറയ് എന്തിനൊക്കെ പറയ്. ഉമ്മാക്കുണ്ട്. ഓനിതൊക്കെ പറയട്ടോ. വീഡിയോ എടുത്തോണ്ടിരിക്കാണ്. അപ്പൊ വീഡിയോ എടുക്കട്ടെ അല്ലേ? അതെ. ഓക്കെ ഞങ്ങളെ ഡെയിലി ബ്ലോഗ് തുടരാണ് ഗൈസ്. മാമ്പഴത്തൊക്കെ ഇന്നലത്തെ പെണ്ണ് കാണല അമ്മ കണ്ടോ? പ്രാങ്ക് ചെയ്താണല്ലോ യൂട്യൂബിലോ? ഞാൻ ശ്രദ്ധിച്ചിരണം. എത്രയോ കാലത്തിന് ശേഷം പെണ്ണ് കാണല് അങ്ങനെ കിട്ടിയോ? ആയിട്ടില്ലല്ലമ്മ. എനിക്ക് വയസ്സായിട്ടില്ല. അവസാനം എത്ര വയസ്സുണ്ടാവും അമ്മ? എത്ര ഉണ്ടാവും? ഓന് 23 വയസ്സ് അല്ലേ? വീഡിയോയിൽ കേൾക്കാം. വീഡിയോയില് കിട്ടി. ആയിട്ടില്ലല്ലോ. അപ്പൊ മോണ്ടാന്റെ ഇളയതാണല്ലോ. ആ ഇവൻ ചെറുതാ. കാണുമ്പോ വലിയ പോലെ ഉണ്ട്. കാണുമ്പോ ഇവനാണ് ഏട്ടെന്ന് കരുതും. ഞാനും മനസ്സിൽ കെട്ടീന് എന്ത് ഇവനാണ് ഏട്ടെന്നോ? ആരാണ് ഏട്ടാ ആരാണ് ഐഡിയ. എന്റെ കല്യാണം കഴിഞ്ഞ ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞാൻ അനുവിന്റെ വയസ്സായിക്കാരം. അനുവിന്റെ വയസ്സ് അനുവിന് എത്ര? അനുവിന് ആകെ 21-22 വയസ്സായിട്ടുള്ളൂ. ഓല നമ്മളി താഴെ 22 ജനുവരിക്കൊക്കെ ജനുവരിക്ക്. ആ അനു 2003. 24 ഉണ്ടാവും വിചാരിച്ചു. അല്ല ഓൻ്റെ 2003 ജനുവരി. ആ ഈ അടുത്ത മാസം അല്ലേ ബർത്ത്ഡേ? ആ കൊടുക്കണ നോക്ക്. സർപ്രൈസ് ഉണ്ട് എനിക്ക്. അപ്പൊ 1 വയസ്സിനല്ലേ? ഞാൻ ഓന്റെ പ്രായമായിട്ടുള്ളൂ ഉമ്മ. എന്നിട്ട് എനിക്ക് കല്യാണം ആലോചിക്കണല്ലോ. ഇനിയിപ്പോ കല്യാണം വേണ്ടേ? ഇവന് എനക്ക് മുന്നൊക്കെ അതാ പിന്നെ ആദ്യം മുന്നുണ്ട്. എന്നിട്ട് കെട്ടില്ലാന്ന് പറയണത്. സന്യാസിയാകുക അപ്പോഴത്തെ മുന്നേ കെട്ടൊക്കെ ചെയ്തു. ഓന് ഒന്നാമത്തെ പ്രശ്നം ഓന്റെ ഇതാണ്. എന്ത് തടിയാണ്. തടിയല്ല. തടി ഇതോടെ. പിന്നെ നോക്കട്ടെ നമുക്ക്. നല്ല കുട്ടിയുണ്ട്. മുന്നക്ക് നിങ്ങളെ മറ്റേ വീഡിയോയില് ഭയങ്കര കമന്റ് ഉണ്ട്. മുന്നക്ക് ഇന്റെ കുട്ടിനെ കെട്ടിച്ചേരാന്നൊക്കെ പറഞ്ഞു. ഏത് ബസലുവിന്റെ മുട്ടായി കൊടുക്കല്ലേ വീഡിയോലോ? അല്ല മുട്ടായി എടുക്കില്ല. ഒരു പേരെ പോയില്ലേ? ഇതില് മൂത്ത ഒരാളും കൂടി ഉണ്ട് ചേ. ആര്? അങ്ങനത്തെ ആ ഷെഫീഖിലെ. ഇവന്റെയൊക്കെ മൂത്ത. ഓനും കൂടി ഉണ്ട്. എല്ലാരും കെട്ടാൻ കിടക്കാണ്. ഇഷ്ടം പോലെ പ്രോഗ്രാം ഉണ്ട്. എന്നിട്ട് അതിന് മുമ്പ് ഫസലിനെ കഴിഞ്ഞിട്ട് ഞങ്ങളതൊക്കെ ഉള്ള എന്തായാലും അല്ലേ? എന്താ ടൈമുണ്ട്. എന്റെ ഒരു 3 കൊല്ലം 4 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞപ്പോ സ്വർണത്തിന് വില 3 ലക്ഷം. സ്വർണ്ണാണ് കൊടുക്കണേ. ഇപ്പൊ അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട കിടന്നു. എന്നാലും മയറിട്ടാക്കാൻ പറ്റൂലല്ലോ. ഇപ്പൊ 1 ലക്ഷം കഴിഞ്ഞു. കഴിഞ്ഞു. എന്താണ് ഇവലെ കാട്ടുക? ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞാൻ അവനെ കാണിച്ചു കൊടുക്കട്ടെ. അവന്റെ കഴിഞ്ഞിട്ടില്ല. ഓൻ വാങ്ങണതിന്റെ മുമ്പ് കാണിച്ചു കൊടുത്തു ചില്ലില്ലേ? ഇവനും പെണ്ണ് തരുന്നുണ്ട്. എല്ലാരും പെണ്ണ് നോക്കണ്ടേ? അപ്പൊ മമ്മ ഇത് എവിടെ ചെല്ലുവോ ഇങ്ങനെ വില കൂടിയത് സ്വർണം? നല്ല റേറ്റ് കൂടുന്നുണ്ട്. അത് അതിനനുസരിച്ച് എന്താ ഇതിന്റെ ഈ ഡോളറിന്റെ പൈസ കൂടുകയാണ്. അതിനനുസരിച്ചാണ് ഇവിടെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഡോളറിന് പൈസ കൊണ്ടിട്ടില്ലേ? എന്നിട്ടോ ഞങ്ങളെ പോലത്തെ സാധാരണക്കാരൊക്കെ എത്ര കാട്ടുക?
അപ്പൊ അങ്ങനെ ഞാൻ കുറച്ചായി എന്താ അങ്ങോട്ട് വന്നിട്ട് ഒരു വ്ളോഗ് എടുത്താലോ അങ്ങനെയൊക്കെ മൈൻഡിലുണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടൊക്കെ അപ്പൊ ഇന്ന് എടുക്കാന്ന് വിചാരിച്ചു. വരണ്ട് നിങ്ങളെത്ത മാറിക്കണ് തെറ്റിയോ? ഉമ്മാക്ക് നോയിക്കൊണ്ടിട്ടത് ഉമ്മാക്ക് കിട്ടിയ ഇങ്ങനെ കിട്ടലുണ്ട്. അവിടെ കിട്ടീനെ കിട്ടലുണ്ടല്ലേ? കുട്ടികൾക്കൊക്കെ കൊടുത്തു ഞാന് ഇത് ഉമ്മമാക്ക് ഞങ്ങളെ വക ഇടക്കിടക്ക് ഇങ്ങനെ സമ്മാനൊക്കെ ആയി വരണ്ട് അല്ലേ? അപ്പൊ മാസവാടക 2000 റുപ്യാണ് കൊടുക്കണേ. പെരപ്പണി അജ്ജോളം പെടല്ലേ? വീടെടുത്തോണ്ടിരിക്കാണ്. അപ്പൊ ആയിക്കോട്ടെ അപ്പം മുന്നക്കാണ് നമ്മള് മെയിൻ ആയിട്ട് കുട്ടീനെ നോക്കണ്ടേ. ചെറുക്കന് പ്രായം കുറച്ച് കുറവാണ്. 27 വയസ്സായിട്ടുള്ളൂ. 27 വയസ്സായിട്ടുള്ളൂ ചെറുക്കന്. എന്നാ ഓൻ വീടെടുത്തോട്ടെ. ഓൻ നാണ ചെറുക്ക് യൂറോപ്യൻ സൈഡിൽ കാണാറുണ്ടെങ്കിൽ കാറ്റെടുക്കട്ടെ സെൻസർ അടിക്കാത്തോണ്ട്. ട്രൗസർ ഇട്ട കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ ഞങ്ങളെ യൂറോപ്യൻ സ്റ്റൈല് അതെ. മറ്റോ മോയുള്ള ട്രൗസർ മറ്റോ ഇന്നലെ നാരങ്ങ വെള്ളം, ഇന്ന് ടാങ്ക് വെള്ളം, നാളെ മന്തി, പിന്നെ കഞ്ഞിന്റെ പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ ആൾക്കാർക്ക് കമന്റ് അത് വേണമെന്നുണ്ടെങ്കിൽ ഓരോ ചാനലിൽ കമന്റ്. അതെ ഓരുണ്ടാവും. ചെലപ്പോ എന്തായാലും ചെലപ്പോ സ്റ്റോറി ഇടും. ഓക്കെ സ്റ്റോറി വെള്ളം കഴിക്കാണ്. ഒരു ക്ഷീണിതനായിട്ടുണ്ടാവും വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കൊടുക്കാൻ തോന്നില്ല. അമ്മ ഞാൻ ഇങ്ങോട്ട് പോണേ. മാമ എന്തെങ്കിലും സംസാരിച്ചില്ല. ഈ ടാങ്കിന്റെ പൊടി ഞാൻ കൊറേ കണ്ടിട്ട്. അതായത് എന്റെ അമ്മോനൊക്കെ ഗൾഫിൽ വരുമ്പോഴാണ് ഇത് ഉണ്ടാവുക. പണ്ട് ഗൾഫിൽ നിന്ന് വരുമ്പോ കണ്ടോ അങ്ങനത്തെ ടാങ്കിന്റെ ഓറഞ്ച് അതെ. പിന്നെ ഇതില് മെയിൻ ആയിട്ട് ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്നറിയോ? ഇത്ര വലിയൊരു പാൽപ്പൊടിന്റെ പാക്കറ്റ് ഉണ്ടാവും. അതെ. ഓ ഒരു പെട്ടിയില് ഫുള്ള് ഏകദേശം അതേക്കാരോ. ആ എന്നിട്ട് ഈ ടി വി ഒക്കെ കാണുമ്പോ കൊച്ചു ടി വി ഒക്കെ കാണുമ്പോ അത് ബൂസ്റ്റ് ഒക്കെ എടുത്താണ്ട് അതാണെന്നുണ്ട് വലിയ പാക്കറ്റ് ആയിക്കാരോ. അത് എന്നിട്ട് ഇങ്ങനെ കോണും. ഇത് ഒരുമാതിരി അത് രസമുണ്ട്. പെരേക്ക് വന്നാ മതി. അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കി പോവാ രസം ഉണ്ടോന്ന്. പണ്ടത്തെ പക്ക ഇതാണ് ഗൾഫ്. ടാങ്ക് ഗൾഫത്താ. അതൊക്കെ ഭയങ്കര പ്രൊമോഷൻ ആയല്ലോ വീട്. അപ്പൊ ഈ സാധനത്തിനാണ് എല്ലാരും കൊണ്ടുവരല് കേറും. ഇതവിടെ ചീപ്പ് റേറ്റിന് കിട്ടുന്ന സാധനമാണ് തോന്നുന്നു. അതന്നെ എല്ലായിടത്തും ഉണ്ടോ? എല്ലാരും വരലും ഉണ്ടാവും. ഇത് കൊണ്ടുവന്ന് വെച്ചാണല്ലോ പിന്നെ വള്ളം കലക്കാൻ വേറെ വേണ്ട. അയക്ക് എന്തേലും ചെറിയ എന്തേലും വിച്ചറോ എന്തേലും വേഗം വള്ളം കലക്കാൻ പോട്ടിട്ടല്ലോ അവിടെ. മഞ്ഞവെള്ളം. ഇത് മാത്രല്ല വേറെ നല്ലൊരു സർപ്രൈസ് ഉണ്ട് അല്ലേ? ഇൻഷാല്ലാ ന്യൂ ഇയറിന് പ്ലാൻ ഉണ്ട്. പക്ഷെ ന്യൂ ഇയറിന് നടക്കുമെന്ന് അറിയില്ല. എന്തായാലും അല്ലേ പെട്ടെന്ന് തന്നെ സെറ്റ് ആക്കൂലേ? ശരി. ഇപ്പൊ ഫുള്ള് കല്യാണല്ല. ഷൈസാന് കുട്ടിനെ കണ്ടിച്ചിട്ട് ന്യൂ ഇയറിനാണ് നമ്മൾക്ക് പെട്ടാണ് പോളെ. ഫേസ് റിവീൽ. എന്തൊക്കെ ഫേസ് റിവീൽ. കുടിക്കട്ടെ. ഇത് ഇപ്പൊ ഈ ടാങ്കിന്റെ രസം. മറ്റേത് കൂട്ടിയാണ്. ടേസ്റ്റ് ഉണ്ട് അല്ലേ?
അത് മാംഗോലെ പൈനാപ്പിൾ ഇതിൽ മറ്റേ ഇത് ടാങ്ക് അല്ല, മാറി ചായപ്പൊടിയൊക്കെ ഇത് കുരുമുളകല്ലേ? ഇതെന്താ കുരുമുളക് എന്തോ ആണത്. കുരുമുളകാണല്ലോ. ഓ ഇത് റിലേറ്റബിൾ ആണ്. അതിന്റെ ഉള്ളില് കുരുമുളക് ഇട്ടത്. ഈ പണ്ട് ഈ പ്രസവിച്ചെടുക്കുന്ന പോസ്റ്റ് ഒക്കെ പോലെ കാണാൻ അടുക്കളയിൽ നിന്ന് പോയെടുക്കുക. അതില് വല്ല മുതരേ കടലേ അങ്ങനെ. നമ്മ വെള്ളം പരന്നോണ്ടിരിക്കണേ. വെള്ളം വരൂ, എനിക്കും കുടിക്കണം എന്നുണ്ട്. താണ എത്ര മതി? അതൊക്കെ ഉണ്ടായിക്കോ. സെറ്റ് ഗൈസ്. അവളാക്കണല്ലേ? അപ്പൊ ഗൈസ് എങ്ങനെയുണ്ട്? കൊടുത്തതിനെ കുറിച്ച് നിങ്ങൾ കമന്റ് ചെയ്യും. അതെ, നിങ്ങളുടെ സ്നേഹ സമ്മാനം ഇതിരിഞ്ഞോണ്ട് ഗൈസ്. വരുന്നവർക്ക് വേഗം കിട്ടും, കഴിഞ്ഞാ പിന്നെ കിട്ടൂല കേട്ടോ. ഇത് ടേസ്റ്റ് ആയിട്ട് വേഗം പെരേക്ക് വരിക. നമ്മളെ സർപ്രൈസ് എന്നാ വരികയെന്ന് പറഞ്ഞു. ഇത് സർപ്രൈസ് അറിയുമ്പോ കല്യാണം ഇതെന്താണ് കല്യാണം? എല്ലാരും പെരേന്ന് പെൺകുട്ടികളുണ്ടെങ്കിൽ എന്നെ കെട്ടിച്ചുവിടാനായിട്ടോ കെട്ടിച്ചുവിടാൻ. ഇതിപ്പോ എന്നോട് പറയണെന്തിനാ? ഞാൻ സമയാവില്ലേ? അതെ, മാത്രല്ലേ എന്തല്ലേ? എന്തായാലും ഒരു 25, 26, 27 വയസ്സ്. അതെ, എനിക്ക് ചെറിയ പ്രായം. എനിക്ക് 23. ഞാനിച്ചൊക്കെ ഒരേ പ്രായത്തല്ലേ, ഒരേ ഏജാ. സിംഗിളാ? ഇതിൽ സിംഗിളാണ് ഇന്നു മുതൽ. ഇന്നലെ വരെ കമ്മിറ്റഡ്. ഇന്നു മുതൽ സിംഗിൾ ആണെന്നാണ്. അതൊക്കെ വലിയൊരു ചരിത്രാണ് മാമ. ട്രൂ ലവ് അല്ല ഇപ്പം എന്താണ്? ഫ്രണ്ടിക്ക് എല്ലാത്തിനും താഴെ അങ്ങനെന്തോ എന്തൊക്കെ ഇതാണ്. ഓല എന്താ ചിന്തിക്കണെന്ന് നമ്മക്ക് തന്നെ അറിയില്ല മാമ. അങ്ങനെയാണ്. പണ്ടൊരു പ്രണയം ഉണ്ടായില്ലേ? ആ, എന്നിട്ട് ഇപ്പൊ പെരയില് ഡിപ്രഷൻ അടിച്ചു കുത്തുന്നു. എന്നിട്ട് ആ കുട്ടി തിരിച്ചു വന്നു. അതൊക്കെ അത് ഞാൻ അതിനെ കുറിച്ച് പിന്നെ അതൊരു ആ കുട്ടി തിരിച്ചു വന്നു മാമ. അവസാനം എനിക്ക് തെറ്റ് പറ്റിയത് ഞാൻ ബ്ലോഗ് ആക്കിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞാലാകെ സങ്കടായി. അതിലോളോട് അവസാനമാണ് ഞാൻ കമ്മിറ്റഡ് ആണ്. എല്ലാരും വിചാരം ഞാൻ കമ്മിറ്റഡ് ആണെന്നാണ്. സിംഗിൾ ആണ്. എനിക്ക് യാതൊരു താല്പര്യമില്ല ആദ്യം നമ്മളെ ഞാൻ പറഞ്ഞ പോലെ ഫസലുവിന്റെ കല്യാണം, റസലിന്റെ, നബീലിന്റെ ഇപ്പൊ അടുത്തുണ്ടാവും കേട്ടോ. നബീലിന്റെ കഴിഞ്ഞിട്ടാണ് കെട്ടലുണ്ടാവൂല. അമേരിക്കക്കോ ലണ്ടനടാ. കല്യാണം കണ്ടിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മള് ഇതാക്കും, സർപ്രൈസ് കൊടുക്കും അല്ലേ? വേറൊരു സർപ്രൈസ് ആണ്. അത് ആർക്കാന്നും ഇപ്പൊ റിവീൽ ക്ഷീണിച്ചോ? വെള്ളം കുടിക്കൂ. നല്ല നല്ല ടാങ്ക് വെള്ളമുണ്ട് ഗൈസ്, ടാങ്ക് വെള്ളം. എങ്ങനെ റിവ്യൂ പറ. അപ്പം ഒരിറങ്ങാണ് ഇവനെ. ഇതെങ്ങനെ നോക്കിയാല് കോപ്പിറൈറ്റ് കിട്ടും. ഇങ്ങനെ കുടിച്ചാല് ഒന്നും ഇട്ടിട്ടില്ല. മമ്മ വെള്ളം കുടിച്ചില്ലേ? റിവ്യൂ പറയാം. എങ്ങനെയുണ്ട് വെള്ളം? എങ്ങനെയുണ്ട് ടാങ്ക് വെള്ളം? കൊയങ്ങിട്ടുണ്ടാവില്ല നിങ്ങള്? ഇല്ലല്ലേ? അപ്പൊ അടുത്ത ഷൂട്ട് കമോൺ. നിങ്ങള് ഇന്ന് നിങ്ങക്ക് പണി കുറവാണ്. അത് ശരി. അപ്പൊ ഇൻഷാ അല്ലാ വരുണ്ടോ? അതെ, അടുത്ത വീഡിയോ ആയിട്ട്. അതാ ഓൻ ചിരിക്കണ്ട്. പുട്ടോടിയില് കുടുങ്ങിക്കണ്.
ഇതില് പിന്നെയും ഇങ്ങനെയൊക്കെ തേച്ചാ മതി. പുട്ടോടി പറഞ്ഞാലും ഡയലോഗൊക്കെ പാടി. ചുവട്ടിലാണ് കുടുങ്ങിയിട്ട്. ഇതില് മ്യൂസിക് അല്ലേ? ആദ്യം പറഞ്ഞ രണ്ടുമാരും ചർച്ച ചെയ്യണ്ട്. എന്താണ് ചർച്ച ചെയ്യണേ? കൊയങ്ങി. മാമാക്കും അറിയാം. ഇവിടെ അമ്മ അങ്ങനെ തന്നെയാണ്. ചില സമയത്ത് ഉണ്ട് പിരാന്തം. ഞങ്ങളിത് പിന്നെ അങ്ങനെ ഉണ്ട്. ഞങ്ങളുണ്ട് അങ്ങോട്ട് എടുക്കും. ഓന് നല്ല പെർഫെക്റ്റിന്റെ ആളാണ് അല്ലേ? കറക്റ്റ്. ആയിക്കോട്ടെ, ഇൻഷാല്ലാ. ശരി, ടാറ്റാ. എബിന്റെ കാര്യം പറയണ്ട. ഞാൻ ഫസലിന്റെ വാച്ച് കണ്ടിട്ട് ഞാനൊരു വാച്ച് വാങ്ങി. ഫസലിന്റെ വാച്ച് കണ്ടിട്ട് എവിടെ നട്ടിയ ഇതിന്റെ ഉടമസ്ഥൻ കാണാതെ പോയിക്കോണ്ടി, നേരെ പോയിക്കോണ്ടി. അത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടായി. മാക്ക് ഇഷ്ടായിട്ടുണ്ടാവും അല്ലേ? അതിനെ കണ്ണോക്ക്. അവിടെ എത്ര പൂച്ചുണ്ട്? ഒന്നും മക ഇഷ്ടായി. കളർ പോയി കുളിപ്പിച്ചാൽ ഓലക്സിലാ അങ്ങനെ പിടിച്ചല്ലടാ. മമ്മ വണ്ടി കേറിയില്ലേ? ഇല്ലെങ്കിൽ മമ്മ പറഞ്ഞീനു. ഉമ്മയാണല്ലേ? പൂച്ചല്ലേ? കോഴിയാ. അവിടെ കൊറേ ഫ്രണ്ട്സ് ഉണ്ടാവൂലേ? പൂച്ചന്റെ കണ്ണോക്ക് ഗൈസ്. എങ്ങനെയുണ്ട് പൂച്ച? എങ്ങനെയുണ്ട് കമന്റ് ചെയ്യട്ടോ. അപ്പൊ ശരി മമ്മ, ടാറ്റാ.